ജാറം. അതാണ് ഒന്നാമത്തെ ജാറം എന്നുണ്ടായി. കിട്ടേണ്ട മറുപടി ശരിക്കും എന്താ? റസൂലുള്ളാഹിന്റെ ഖബറാണ് ഒന്നാമത്തെ ജാറം എന്നല്ലേ കിട്ടേണ്ടത്? കിട്ടൂല. സഹാബിമാരുടെ പേര് കിട്ടൂല, താബിഈങ്ങളുടെ പേര് കിട്ടൂല, ഷാഫി ഇമാമിന്റെ പേര് കിട്ടൂല, ബുഖാരി ഇമാമിന്റെ പേര് കിട്ടൂല. പിന്നെയോ നാലാം നൂറ്റാണ്ടിൽ നബിതങ്ങളെ കാലം കഴിഞ്ഞ് 300 ചില്ലാനം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് 4-ാം നൂറ്റാണ്ടിൽ ഇറാഖിൽ ഹുസൈൻ ഇബ്നു അലിയുടെ പേരിൽ ഷിയാക്കൾ ജാറമുണ്ടാക്കി. അതാ ഒന്നാമത്തെ ജാറം. നിങ്ങൾ ചരിത്രം പഠിക്കാൻ തയ്യാറായിക്കോ. ഈ പറഞ്ഞ വാക്ക് വിശ്വസിക്കണ്ട, നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്ക്. അപ്പൊ കിട്ടുമത് 4-ാം നൂറ്റാണ്ടിൽ ഇറാഖിൽ ഷിയാക്കളുണ്ടാക്കിയ ഹുസൈൻ ഇബ്നു അലിയുടെ പേരിലെ ജാറം. അതാണ് ഒന്നാമത്തെ ജാറം ചരിത്രത്തിൽ. അന്ന് ഷിയാക്കളാ ജാറം ഉണ്ടാക്കി. സുന്നത്ത് ജമാഅത്തുകാർക്ക് ജാറം പരിചയമില്ല. അതിനുശേഷമാണ് പിന്നെ ജാറങ്ങളുടെ എണ്ണം കൂടിയത്. ഹിജ്റ 6, 7, 8 നൂറ്റാണ്ടുകളിലാണ് വ്യാപകമായി ജാറങ്ങളും കുബ്ബകളും നിർമ്മിക്കപ്പെട്ടത്. ചില ഉസ്താദുമാര് പറയും ഷാഫി ഇമാമിന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ട്. ശരിയാ, കുബ്ബയുണ്ട്. പക്ഷേ ആ ചരിത്രം പഠിക്കുക. ഷാഫി ഇമാമിന്റെ ഖബർ എന്നുണ്ടായി, ആ ഖബറിന് മീതെ കുബ്ബയെന്നുണ്ടായി. രണ്ടും പഠിച്ചോളി. ഷാഫി ഇമാമിന്റെ ഖബറുണ്ടായത് ഹിജ്റ 204. അദ്ദേഹം 150 ജനിച്ചു, 204 മരിച്ചു. 204 ഇമാം ഷാഫി മരിക്കുന്നത്. ഈജിപ്തിലാണ് ഖബർ. 204 ഖബറുണ്ടായി. കുബ്ബയുണ്ടായത് ഹിജ്റ 650. ഖബറുണ്ടായി 446 കൊല്ലം കഴിഞ്ഞിട്ട്. ഖബറുണ്ടായി 446 കൊല്ലം കഴിഞ്ഞിട്ടാണ് കുബ്ബയുണ്ടാകുന്നത്. അപ്പൊ പിന്നെ ഇമാം ഷാഫി ഉത്തരവാദിയാണോ? അല്ല. നബി ഞങ്ങളെ ഖബറിന്റെ മീതെ കുബ്ബയില്ലേ? പച്ചക്കുബ്ബയില്ലേ? ഉണ്ട്. ശരിയാണ്. ചരിത്രം പഠിച്ചോളൂ. നബി ഞങ്ങളെ ഖബറെന്നുണ്ടായി, കുബ്ബയെന്നുണ്ടായി. ഖബറുണ്ടായത് ഹിജ്റ വർഷം 11. ഹിജ്റ വർഷം 11 നബി ഞങ്ങൾ വഫാത്തായി. ആ കൊല്ലത്തിൽ ഖബറുണ്ടായി. കുബ്ബയുണ്ടായതോ ഹിജ്റ 676. 665 കൊല്ലം കഴിഞ്ഞിട്ട് മദീന പള്ളി വികസിപ്പിച്ചു ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ 23 മീറ്റർ നീളമുള്ളതാണ് നബിതങ്ങളുടെ മദീന പള്ളി. മേൽക്കൂര ഇമാമ് നിൽക്കുന്ന ഭാഗത്ത് മാത്രം മേൽക്കൂരയുണ്ട്, ബാക്കിയെല്ലാം ഓപ്പണാണ്. ചുമര് പകുതിയാണ്. കല്ലുകൊണ്ട് വന്ന് കുത്തിച്ചാരി വെച്ച ചുമര്, അതിനു മുകളിൽ ഈത്തപ്പനയുടെ തടി കൊണ്ടുണ്ടാക്കിയ തൂണുകൾ, അതിനു മീതെ മേൽക്കൂരയായി ഇമാമിന്റെ ഭാഗത്തും മിഹ്റാബിന്റെ ഭാഗത്തും മാത്രം, നിബിധങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് മാത്രം വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു ചെറിയ സംവിധാനം, ബാക്കി ഓപ്പൺ. അതാണ് അന്നത്തെ പള്ളി. ഉമർ ഖത്താബിന്റെ കാലത്ത് പള്ളി അല്പം വികസിപ്പിച്ചു. നബിയുടെ ഖബറ്, ഭാര്യമാരുടെ വീടുകൾ ആ ഭാഗത്തേക്കൊന്നും പോയില്ല, ബാക്കി ഭാഗം വികസിപ്പിച്ചു. ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് വീണ്ടും വികസിപ്പിച്ചു, അന്നും ഈ ഭാഗം വികസിപ്പിച്ചില്ല. ഹിജ്റ 87 നബിയുടെ ഭാര്യമാരുടെ ഖബറുകൾ, റൂമുകൾ അവകാശികളുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി അതൊക്കെ പള്ളിയുടെ ഭാഗമാക്കി മാറ്റി. അന്നാണ് പള്ളിയുടെ ആ ഭാഗത്തേക്ക് വികസിക്കുന്നത്. അന്ന് നബിയുടെ ഖബറ് പള്ളിയുടെ ഭാഗമായി മാറിയില്ല. ചുറ്റുഭാഗം ശക്തമായ ചുമര് വെച്ച് അടുക്കാനും കാണാനും പറ്റാത്ത വിധം അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് പള്ളി വികസനം ഉണ്ടായത്. പിന്നീട് ഹിജ്റ 676 അന്നാണ് ആ കുബ്ബയുണ്ടാകുന്നത്. 654 മദീനത്ത് വ്യാപകമായ തീപിടുത്തമുണ്ടായി. മദീന പള്ളി പൂർണ്ണമായും കത്തിനശിച്ചു. നബിയുടെ ഖബർ ഉൾക്കൊള്ളുന്ന ഭാഗത്തെ ചുമരുകൾ പോലും കത്തിനശിച്ചു. അങ്ങനെ അതിനുശേഷം ഒരു പൂർണ്ണമായ പുനർനിർമ്മാണം ആവശ്യമായി വന്നു. ആ പുനർനിർമ്മാണ കാലഘട്ടത്തിലാണ് അതിന് മീതെ ഒരു കുബ്ബയുണ്ടാകുന്നത്. എല്ലാ സഹാബികളും കാലം കഴിഞ്ഞിട്ട് എന്നർത്ഥം. നബിയുടെ ഭാര്യമാരുടെ റൂമുകൾ പോലും പള്ളി വികസനത്തിന്റെ ഭാഗമായി പള്ളിയിലേക്ക് മാറ്റിയപ്പോൾ ഒരൊറ്റ സഹാബി മദീനയിൽ ജീവിച്ചിരിപ്പില്ല എന്നാ ചരിത്രം. എല്ലാ സഹാബിമാരുടെയും കാലത്തിനു ശേഷം മദീന അല്ലാത്തിടത്ത് സഹാബിമാരുണ്ട്, മദീനയിൽ അന്ന് സഹാബിമാർ ബാക്കിയില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഒക്കെയാണ് മദീനയിൽ ഏകദേശം അവസാനം മരിക്കുന്ന സഹാബി. അദ്ദേഹം മരിച്ചത് 74 അദ്ദേഹം മരിച്ച് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി തങ്ങളുടെ ഭാര്യമാരുടെ റൂമുകളടക്കം അവകാശികളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി അതൊക്കെ പള്ളിയുടെ ഭാഗമാക്കി വികസിപ്പിക്കുന്നത്. പിന്നെയും 600 കൊല്ലം കഴിഞ്ഞിട്ടാണ് കുബ്ബയുണ്ടാകുന്നത്. അന്ന് പച്ചക്കുബ്ബയല്ല, അന്ന് നീലക്കുബ്ബയാണ്. അന്ന് എഴുതപ്പെട്ട കിതാബിലൊക്കെയും നീലക്കുബ്ബ എന്നാണ് കാണുന്നത്.
ഹിജ്റ 900-ന് ശേഷം വീണ്ടും തീപിടുത്തമുണ്ടായി. ആ കുബ്ബയടക്കം ഒന്നാകെ തകർന്നടിഞ്ഞു, എല്ലാം കത്തിനശിച്ചു. പൂർണ്ണമായും ആ ഭാഗം കത്തി. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം തട്ടിമാറ്റി ഒഴിവാക്കി രണ്ടാമത് ഒരു നിർമ്മാണം കൂടി ആവശ്യമായി വന്നു. അന്നും ആ കുബ്ബ പണിതു. അന്ന് ആ കുബ്ബയ്ക്ക് നീലവർണ്ണമാണ്, അന്ന് പച്ചയല്ല. അന്ന് ജീവിച്ച അല്ലാമ സുംഹൂദി റഹിമഹുല്ലാ മദീന ചരിത്രം കിതാബ് എഴുതിയിട്ടുണ്ട്. ആ തീപിടുത്തത്തിന്റെ സാക്ഷിയാണ് അദ്ദേഹം അന്നുണ്ടായ ചരിത്രങ്ങളെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നുണ്ടായ ചരിത്രം ഓരോന്നും രേഖപ്പെടുത്തി. അന്ന് ആ ഖബറിന്റെ ഭാഗത്ത് എല്ലാം തട്ടിനിരപ്പാക്കി അവിടെ എല്ലാവർക്കും കാണാനുള്ള അവസരമൊരുക്കി. അതുവരെയും നബിതങ്ങളുടെ ഖബറ്, രണ്ട് കൂട്ടുകാരുടെ ഖബറ് കാണാൻ പറ്റുമായിരുന്നില്ല. 3 ചുമരുകൾക്കുള്ളിലായി സംരക്ഷിക്കപ്പെട്ടതായിരുന്നു. 3 ചുമർ. ആ 3 ചുമരിനുള്ളിൽ ആ ഖബർ ഒരിക്കലും കാണാൻ കഴിയില്ല. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ നബിതങ്ങളുടെ ദുആക്ക് അല്ലാഹു നൽകിയ ഉത്തരമാണ് 3 ചുമര് എന്ന്. നബിതങ്ങൾ പ്രാർത്ഥിച്ച അല്ലാഹുവേ എന്റെ ഖബർ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ റബ്ബേ. എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ റബ്ബേ. നബിതങ്ങളുടെ പ്രാർത്ഥനയാണ്. ഉസ്താദുമാരോട് ചോദിക്കി, ഉസ്താദെ അങ്ങനെ പ്രാർത്ഥന ഉണ്ടോ? ഇങ്ങനെ ദുആ അല്ലാഹു റസൂൽ നിർവഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചോളി. ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റുന്ന റബ്ബേ. ഇബ്നു ഖയ്യിം പറയുന്നു, ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. ആ ദുആക്ക് ഉത്തരമായി കൊണ്ടാണ് 3 ചുമരുകൾ കൊണ്ട് ആ ഖബറിനെ സംരക്ഷിച്ചു നിർത്തിയത്. ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ല എന്ന പ്രാർത്ഥനയ്ക്ക് അല്ലാഹു നൽകിയ ഉത്തരം 3 ചുമരുകൾക്കുള്ളിൽ ആ ഖബർ സംരക്ഷിച്ചു. ഒരാൾക്കും കയറി ചെല്ലാൻ പറ്റൂല, ഒരാൾക്കും തൊടാൻ പറ്റില്ല, ഒരാൾക്കും ദാരം മൂടാൻ പറ്റൂല, ഒരാൾക്കും തൊട്ടുമുത്താൻ പറ്റൂല. ആ നിലക്ക് സംരക്ഷിച്ചു. ആ ഖബറുകൾ ഉള്ളിലേക്ക് കടക്കാൻ വാതിൽ പോലും ഉണ്ടായിരുന്നില്ല. വാതിൽ പോലുമില്ലാതെ 3 ചുമരുകൾക്കുള്ളിൽ സംരക്ഷിച്ചു. ഹിജ്റ 900 ശേഷമുണ്ടായ തീപിടുത്തത്തിൽ ആ ചുമരടക്കം കത്തിനശിച്ചു. ബാക്കിയുള്ളതെല്ലാം തട്ടിമാറ്റി രണ്ടാമത് നിർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങി. അന്നത്തെ പണ്ഡിതന്മാരെ മുഴുവൻ വിളിച്ചുകൂട്ടി അഭിപ്രായം ചോദിക്കാൻ. അന്ന് ക്ഷണിക്കപ്പെട്ട ആള് അല്ലാമ സുംഹൂദി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്നു, ഞാൻ ആദ്യം പോകാൻ മടിച്ചു, പിന്നെ ഞാനും ചെന്നു. ഞാൻ അവിടെ കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ ഖബറുകളുടെ ഒരു ശേഷിപ്പും ഞാൻ അവിടെ കണ്ടില്ല. ഒന്നും ഞാൻ കണ്ടില്ല. ഇല്ലാ അന്ന ഫീ മൗദിഇ വസ്തിഹാം ഇർതിഫാഉൻ യസീർ തവഹമു അന്നഹു ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റൂമിന്റെ മധ്യഭാഗത്തായി ഒരല്പഭാഗം ഇങ്ങനെ ഉയർന്നു കിടക്കുന്നുണ്ട്. ആ ഉയർച്ച കണ്ടപ്പോ ആളുകൾ വിചാരിച്ചു ഇത് നബിയുടെ ഖബറാണ് എന്ന്. അത് അവിടെ ജഹാലത്ത് കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ് അത് നബിയുടെ ഖബറാണെന്ന് വിചാരിക്കുന്നത്. കാരണം ഹദീസ് പ്രകാരം നബിയുടെ ഖബർ അവിടെ വരാൻ സാധ്യതയില്ല. കണ്ടാൾ എഴുതിയ ചരിത്ര അല്ലാമ സുംഹൂദിയുടെ വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന കിതാബിൽ അൽ ഖുബ്ബത്തു സർഖാ എന്ന അധ്യായത്തിൽ അദ്ദേഹം വിശദമായി പറയുന്നു. ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ കേൾക്കുന്നുവെങ്കിൽ പോയി പരിശോധിക്കൂ. അന്ന് ഖുബ്ബ പുനർനിർമ്മിച്ചു. അന്നും ഖുബ്ബക്ക് പച്ച നിറമാണ്. പിന്നെയും 250 കൊല്ലം കഴിഞ്ഞിട്ട് 1200-ന്റെ അടുത്താണ് നീല ഖുബ്ബയിൽ നിന്ന് പച്ചയിലേക്ക് മാറുന്നത്. അപ്പോഴാ ഖുബ്ബത്തുൽ ഖളറാ പച്ചക്കുബ്ബയായി മാറിയത്. അല്ലാതെ നബിയും സഹാബത്തും താബിഈകളും ഒന്നും ഉണ്ടാക്കിയതല്ല പച്ചക്കുബ്ബ. അവരാരും ദർഗ ഉണ്ടാക്കിയിട്ടില്ല, ജാറമുണ്ടാക്കിയിട്ടില്ല. മാലിക് ദിനാറും സംഘവും കേരളത്തിൽ വന്നിട്ട് 10 പള്ളിയുണ്ടാക്കി. 10 പള്ളി പെട്ടൊരു പള്ളിയാണല്ലോ ഇവിടുത്തെ പള്ളി. 10 പള്ളി ഉണ്ടാക്കി. അവരുണ്ടാക്കി ജാറുണ്ടോ ചോദിച്ചു ഉണ്ടാവില്ല. മാലിക് ദിനാർ 10 പള്ളിയുണ്ടാക്കി. മാലിക് ദിനാർ ഉണ്ടാക്കിയ ജാറമുണ്ടോ? ഇല്ല. അത് പിന്നെ നമ്മൾ വാക്കുകളുണ്ടാക്കില്ല. അതാ വ്യത്യാസം.